ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ എന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിൽ ശീലാസിനെയും കൂട്ടി പുറപ്പെടുന്ന ആ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് പൗലോസ് ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ സമ്മതിച്ചില്ല. അപ്പം സുവിശേഷം പറയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസിനും ശീലാസിനും, ഇത് ലൂക്കോസും ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എഴുത്തുകാരനായ ലൂക്കോസും ഇവരുടെ ഒപ്പമുണ്ട്. അപ്പോൾ അവർ സുവിശേഷീകരണത്തിൻ്റെ ലക്ഷ്യവുമായിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കുന്നു. എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവികമായൊരു ദർശനം പൗലോസിന് ലഭിക്കുകയും ഒരു മക്കദോന്യ പുരുഷൻ സഹായത്തിനായി വിളിക്കുന്ന ഒരു ദർശനം അവൻ കാണുന്നു. ആ ദർശനം കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ പോകുകയാണ്. അപ്പോൾ നോക്കണം ദൈവമക്കളെ, പലപ്പോഴും നാം കാണുന്ന ദർശനങ്ങൾ, നമ്മൾ അറിയുന്ന അറിവുകൾ ഒക്കെ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ പൗലോസ് അങ്ങനെ ആയിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ താനൊരു കാര്യം അറിഞ്ഞാൽ പ്രതികരിക്കും. അല്ല, താനൊരു ദർശനം കണ്ടാൽ ആ ദർശനപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ പൗലോസിനെ കാണുന്നത് എപ്പോഴും. കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:11 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ പൗലോസിന് കൊരിന്ത്യ സഭയെക്കുറിച്ച്, അവിടെ നടക്കുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച്, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതും അവരുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് താൻ അറിഞ്ഞപ്പോൾ പൗലോസ് ആ സഭയ്ക്ക് ഒരു ലേഖനം എഴുതി അവരുടെ ഇടയിൽ അവർ തുടർന്നു വരുന്ന ദുഷ്ടപ്രവണതകളെ മാറ്റുവാനും, അപ്പോൾ തന്നെ അവിടെ ഇടയിൽ നടക്കുന്ന പിണക്കങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും പൗലോസ് വ്യക്തമായ ദൈവിക ദൂത് അവർക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ ക്ലോവയുടെ ആളുകളാൽ തനിക്കൊരു അറിവ് കിട്ടിയപ്പോൾ ഉടനെ പൗലോസ് ലേഖനം എഴുതി പ്രതികരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നോക്കണം, നമ്മൾ വായിക്കുന്നത് തനിക്കൊരു ദർശനം ലഭിച്ചു. മക്കദോന്യയിലേക്ക് പോകുവാൻ ദർശനം കിട്ടുമ്പോൾ താൻ ആ ദർശനത്തിന് സ്തോത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പൗലോസ് മക്കദോന്യയിൽ ഫിലിപ്പിയിൽ എത്തുകയും അവിടെ 3 മാനസാന്തരത്തെക്കുറിച്ച് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഫിലിപ്പിയ സഭയുടെ ആരംഭം കുറിക്കുന്ന 3 മാനസാന്തരം. ആദ്യത്തെ മാനസാന്തരം കാണുന്നത് ധനാഢ്യയായ ഒരു സ്ത്രീ ലുദിയയുടെ മാനസാന്തരം. പക്ഷെ അതിനകത്ത് വലിയ എഫേർട്ടൊന്നും പൗലോസ് എടുത്തതായിട്ട് കാണുന്നില്ല. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് നടന്നു. എന്നാൽ അവർ പുഴവക്കത്ത് കൂടിയിരിക്കുന്ന സ്ത്രീകളെ കണ്ടു. അവിടെ സുവിശേഷം പറയുന്നു, ലുദിയയുടെ മാനസാന്തരം നടക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, ദർശനം അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച പൗലോസിനും ശീലാസിനും ലൂക്കോസിനും അത് വലിയ ഒരു ഉണർവായി, അല്ലെങ്കിൽ ഒരു ചൈതന്യം ലഭിച്ച അനുഭവമായി. എന്നാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണുന്നത്, സ്തോത്രം,
വെളിച്ചപ്പാടുത്തിയായ ഒരു സ്ത്രീയുടെ മേൽ നിന്ന് ഭൂതം വിട്ടുപോവുകയും അവൾ ഒരു ദൈവ മകളായി മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അത് പൗലോസിന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിലേക്ക്, പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ഒരു കാരണമായി തീർന്നു. നമുക്ക് പ്രവർത്തിക്കുന്നവന് മുൻപിൽ പ്രതികൂലത്തിന്റെ വാതിലുകൾ എപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവിടെയും പൗലോസ് അടങ്ങിയിരിക്കുന്നില്ല. ആ കാരാഗ്രഹത്തിലും അവർ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും കാണാം. അപ്പൊ നോക്ക് ദൈവമക്കളെ, നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവന്റെ മുമ്പിൽ പ്രതികൂലങ്ങളും വരുവാനിടയായിത്തീരുന്നത്. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം അടുത്ത ഒരു മനസാന്തരം കാണുന്നത് കാരാഗ്രഹ പ്രമാണിയുടെ മനസാന്തരം. എന്ന് വെച്ചാൽ ദർശനത്തിൽ കണ്ട ആ മനുഷ്യനെ തന്നെ ഹല്ലേലൂയ സ്തോത്രം പൗലോസ് രക്ഷയുടെ ഹല്ലേലൂയ സ്തോത്രം അനുഭവത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ലുദിയയുടെ മാനസാന്തരം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയല്ല. അതിനുശേഷമായിട്ട് തെരുവോരങ്ങളിലേക്ക് നടക്കുന്ന പൗലോസ്, തെരുവോരങ്ങളിൽ വെച്ച് വെളിച്ചപ്പെടുത്തുകാരിയ ഒരു സ്ത്രീയുടെ മാനസാന്തരം, അത് കാരാഗ്രഹത്തിലേക്ക് നടത്തുന്നു. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ പ്രതികൂലം കണ്ടിട്ട് അടങ്ങിയിരിക്കുകയല്ല, അവിടെയും ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും തയ്യാറായപ്പോൾ ഇതാ യഥാർത്ഥ ദർശനത്തിൽ കണ്ട മക്കതോന്യ പുരുഷനെ വിശ്വാസത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം പൗലോസിനും ശീലാസിനും ഇടയായി തീർന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും ഹല്ലേലൂയ സന്തോഷകരമായ അനുഭവം. അപ്പോൾ പൗലോസ് ലുദിയയുടെ മാനസാന്തരം കൊണ്ട് അടങ്ങിയിരിക്കുകയല്ല. ഓക്കെ, ഞങ്ങൾ ദർശനം കണ്ടു വന്നു, നാട്ടിയ ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു, എന്നാൽ അവിടെ ഒരു കുടുംബമായല്ലോ എന്ന് പറയുകയല്ല. അടുത്ത പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന പൗലോസിനെയാണ് നമ്മുടെ കാണുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ജീവിതം മാത്രമല്ല, നമുക്ക് അനേകരുടെ ജീവിതത്തെ ഇതിനോട് ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കണം, നെഹമ്യാവിന്റെ ജീവിതം. നെഹമ്യാവ് പേർഷ്യൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ തന്നെ കാണുവാൻ വേണ്ടി ചിലർ വരികയും അവർ വന്നിട്ട് പറയുകയാണ്, യെരൂശലേമിലുള്ള ജനം നിന്ദയിലും അപമാനത്തിലും ഒക്കെ ഇരിക്കുകയാണ്. ആലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, പിതാക്കന്മാരുടെ കല്ലറകൾ തീവച്ച് ചുട്ടു കിടക്കുന്നു. ഇതൊക്കെ രാജധാനിയിൽ ഔദ്യോഗികമായ പദവിയിൽ നല്ല ജോലിയിലിരിക്കുന്ന നെഹമ്യാവ് കേട്ടു എന്ന് മാത്രമല്ല, താൻ ഒരു പ്രവൃത്തിക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ അവിടെ കാണുവാനായിത്തീരുന്നുണ്ട്. ഉടനെ തന്നെ താൻ എഴുന്നേറ്റു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. മാത്രമല്ല, രാജാവിനോട് തൻ്റെ ആഗ്രഹം പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. താൻ യെരൂശലേമിലേക്ക് ചെല്ലുന്നു, ആ പണിക്ക് നേതൃത്വം കൊടുക്കുന്നു. അത് നിമിത്തം അനേക പ്രതിസന്ധികൾ നെഹമ്യാവിന് നേരിടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. സ്വജനത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുറ്റുമുള്ള ജാതീയ ശക്തികളിൽ നേരിടേണ്ടി വന്നു. അനേക പ്രതിസന്ധികൾ നെഹമ്യാവ് അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്പോൾ മനസ്സിലാക്കണം, പ്രവർത്തിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ അവനെതിരെ ശക്തമായ പ്രതികൂലം ഉണ്ട് എന്ന് നാം അറിയണം. എന്നാൽ നമ്മളിവിടെ കാണുന്നത് പ്രതികൂലം കണ്ട് മാറിപ്പോകുന്ന നെഹമ്യാവിനെ അല്ല നാം കാണുന്നത്. പ്രതികൂലത്തിൽ നിലനിൽക്കുകയും ഹല്ലേലൂയ സ്തോത്രം താൻ എന്തിനു വന്നോ ആ മതിൽ പണി 52 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്തു എന്ന് നാം അറിയണം. പ്രതികൂലം ഉണ്ട് എന്ന സത്യമാ, പ്രതിസന്ധി ഉണ്ട് എന്ന സത്യമാ. പക്ഷേ ഹല്ലേലൂയ അത് പൂർത്തീകരിക്കുവാനും ദൈവം അവനെ കൊണ്ട് സാധിപ്പിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പൗലോസിന്റെ ജീവിതത്തിൽ താൻ ചില വിഷയങ്ങൾ അറിയുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ താൻ പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ആ പ്രവർത്തികൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മുൻപിൽ ശക്തമായ പ്രതികൂലവുമുണ്ട്. എന്നാൽ ആ പ്രതികൂലം കണ്ടിട്ട് പിന്മാറുന്ന പൗലോസിനെ അല്ല നാം കാണുന്നത്.
സ്തോത്രം തുടർമാനമായി പ്രവർത്തിക്കുന്ന പൗലോസിനെയാണ്. മാത്രമല്ല ഒന്നുകൂടെ ചേർത്ത് ഞാൻ പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, താൻ എന്ത് ദർശനം കണ്ടുവോ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണവും പൗലോസ് കണ്ടു. പ്രതികൂലമുണ്ട് എന്നുള്ള സത്യമാണ്. ഹല്ലേലൂയ, പ്രവചിക്കുന്നവന് പ്രതികൂലമുണ്ട്, പക്ഷേ ഹല്ലേലൂയ അവൻ്റെ ദർശനം പൂർത്തീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദർശനങ്ങളെ പൂർത്തീകരിക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സ്തോത്രം അറിവുകൾക്ക് നമ്മൾ പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ ആ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് ഹല്ലേലൂയ തൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കുന്നവൻ, പ്രതികൂലങ്ങളെ ഹല്ലേലൂയ സ്തോത്രം മാറ്റി അനുകൂല സാഹചര്യങ്ങളെ ഉണ്ടാക്കുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് നമുക്ക് കർത്താവിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഒരു വാക്ക് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ദർശനം കണ്ട പൗലോസ് അടങ്ങിയിരുന്നില്ല, അവിടേക്ക് പോകാൻ ശ്രമിച്ചു. അതിന് മുൻപിൽ ഒത്തിരി പ്രതികൂലമുണ്ടായിരുന്നു. പക്ഷേ ദർശനത്തെ അങ്ങ് പൂർത്തീകരിച്ച് പ്രൈസ് ദി ലോർഡ് അവരെ സന്തോഷിപ്പിച്ചു എന്ന് ഞങ്ങൾ വായിച്ചു. നെഹമ്യാവ് തൻ്റെ സഹോദരങ്ങളുടെ വർത്തമാനം കേട്ടു, പ്രൈസ് ദി ലോർഡ്. കേട്ടു എന്നുള്ളതല്ല, അവൻ അടങ്ങിയിരുന്നില്ല. ആ പ്രവൃത്തിക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, എന്നാൽ പ്രതികൂലങ്ങൾ മുൻപിൽ വന്നുവെങ്കിലും കർത്താവെ അവനത് പൂർത്തീകരിക്കുവാൻ അവനെ അങ്ങ് സഹായിച്ചു എന്നും ഞങ്ങൾ ചിന്തിച്ചു. കർത്താവെ, ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളെ കണ്ടിട്ട് പിന്മാറുന്നവരല്ലല്ലോ ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ തുടർമാനമായി ചെയ്യുന്നവർക്ക് പ്രതികൂലങ്ങളുണ്ട് എന്നുള്ളതും, എന്നാൽ കർത്താവ് കൂടെ നിന്നത് പൂർത്തീകരിപ്പിക്കും എന്നുള്ളതും ഞങ്ങൾ കേട്ടു. അതിന് പ്രകാരം കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും പ്രതികൂലങ്ങളിലൂടെ പ്രവർത്തികരുടെ ഹല്ലേലൂയ സ്തോത്രം മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ പ്രവർത്തിക്ക് അവരുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുകയും അത് പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം, ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.